കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ നിഷേധിച്ചതായ വാർത്തയും പുറത്തുവരുന്നു. ഇടുക്കി ആനച്ചാൽ സ്വദേശി സെൽവരാജിന് ചികിത്സ നിഷേധിക്കപ്പെട്ടുവെന്നാണ് പരാതി. പക്ഷാഘാതമുണ്ടായി 14 ദിവസം അടിമാലി താലൂക്ക് ആശുപത്രി, ഇടുക്കി മെഡിക്കൽ കോളേജ്, ചിത്തിരപുരം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിൽ രോഗിക്ക് കഴിയേണ്ടി വന്നുവെന്നും പരാതിയുണ്ട്. പക്ഷാഘാതത്തെ തുടർന്ന് പൂർണ്ണമായി തളർന്ന അവസ്ഥയിലാണ് മൂന്നാർ ആനച്ചാൽ സ്വദേശി സെൽവരാജിനെ കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിച്ചത്. അടിയന്തരമായി ചികിത്സ വേണ്ട സാഹചര്യത്തിൽ ശസ്ത്രക്രിയയ്ക്ക് ലഭിച്ച ടോക്കൺ നമ്പർ 41. ഊഴമെത്താൻ കുറഞ്ഞത് 1.5 മാസം സമയം. ഇതിനിടെ എന്തും സംഭവിക്കാമെന്ന് അധികൃതർ അറിയിച്ചതോടെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടാൻ ഇവർ നിർബന്ധിതരായി. ഇപ്പോൾ ബിൽ തുക കൊടുത്തു തീർക്കാൻ നെട്ടോട്ടമോടുമ്പോൾ ഈ സിസ്റ്റത്തെ പഴിക്കുകയാണ് സെൽവരാജിന്റെ ഭാര്യ ശാന്തമ്മ. 1 ലക്ഷം രൂപ അവിടുന്ന് ഇവിടുന്ന് കടമൊക്കെ വാങ്ങിച്ച് അടച്ചു. ഇപ്പം 4 ലക്ഷം രൂപ, അധികമുണ്ട്, 2 ദിവസത്തെ ബില്ലില്ലാതെ 4 ലക്ഷം രൂപ പെൻഡിങ്ങാണ്. അപ്പോൾ ഇന്നലെ ആയപ്പോഴത്തേനും അവസ്ഥ വീണ്ടും മോശമായി. പക്ഷാഘാതം സംഭവിച്ചതിനെ തുടർന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് എത്രയും വേഗം കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടതിനാലാണ് ശാന്തമ്മ സെൽവരാജുമായി കോട്ടയത്ത് വന്നത്. എന്നാൽ ശസ്ത്രക്രിയ ഉടൻ ചെയ്യാൻ കഴിയില്ലെന്നറിഞ്ഞതോടെ നിരാശരായി. ഇതുവരെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ 5 ലക്ഷത്തോളം രൂപ ചിലവായി. കൂലിപ്പണി ചെയ്ത് വീട് നോക്കിയിരുന്ന ശാന്തമ്മ ഈ തുക എങ്ങനെ കണ്ടെത്തുമെന്നറിയാത്ത സ്ഥിതിയിലാണിപ്പോൾ. അമൃത ന്യൂസ്, ഇടുക്കി.